ആരുടെ പേരില കളവ്? പ്രിയമുള്ളവരെ, ആരുടെ പേരില കളവ്? ഇതൊന്നും രണ്ടൊന്നുമല്ലല്ലോ, ഇത് മദ്ഹ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നവരില്ലേ? അല്ലേ? അവിടെ നിന്ന് ചാല മുഹമ്മദ് മൗലിദിൽ പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മണ്ണ് വാരി എറിഞ്ഞതിനെ സംബന്ധിച്ച് ആ ബദറിന്റെ രണഭൂമിയിൽ നിന്ന് പറയുന്നു, കാഫിറുകളിൽ നിന്ന് 12,000 മുശ്രിക്കുകൾ തോറ്റോടിപ്പോയി. അപ്പൊ നമ്മൾ ചോദിച്ച ചങ്ങായിമാരെ, ബദർ യുദ്ധത്തിൽ ആകെ പങ്കെടുത്തത് 1000 മുശ്രിക്കുകളാണ്. 900-നും 1000-നും മധ്യേ. പിന്നെ 12,000 തോറ്റോടി പോവുന്നു. അപ്പൊ ആദ്യം പറഞ്ഞ അവിടെ ശൈത്തന്മാരൊക്കെ പാടോടിയതാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് കാര്യം പിടിച്ചാൽ കിട്ടൂല. അപ്പൊ എന്തായി? ഫൻഹസമ പുതിയ മൗലിദ് കിതാബ്. ഇത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മൗലിദ് കിതാബ്. പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലൊക്കെ മങ്കുസ് മൗലിദ് തോന്നുന്ന ആ കിതാബ് ഉണ്ടല്ലോ, 115 വകയാണ്. ആ മൗലിദ് കിതാബിലെ നിങ്ങൾ ജാല മുഹമ്മദ് മൗലിദ് എടുക്കുക, തുടക്ക ഭാഗത്താണ്. ആ ജാല മുഹമ്മദ് മൗലിദിന്റെ പേജ് മറിക്കുമ്പോൾ ഒരു പേജിൽ ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കാണാം. അതാണ് നമ്മുടെ പോയിന്റ്. ആ സ്പേസ് കാണുന്ന സ്ഥലമാണ് നമ്മുടെ പോയിന്റ്. ഫൻഹസമ ഡാഷ് അൽഫറജുലിൻ. പുതിയ മൗലിദ് കിതാബൊക്കെ അങ്ങനെയാണ്, മായച്ചു കളഞ്ഞതാ. അപ്പൊ എന്തായി? 1000 തോറ്റോടിപ്പോയി. അപ്പോഴും ചോദ്യം ബാക്കിയാ. 900-നും 1000-നും മധ്യേ പങ്കെടുത്തു, 70 ആളെ കൊന്നു, 70 ആളെ ബന്ദികളാക്കി, പിന്നെ 1000 ഓടിയോ. അവ കക്കാൻ പഠിച്ചു, പക്ഷെ നിൽക്കാൻ പഠിച്ചില്ല. കക്കാൻ പഠിച്ചു, നിൽക്കാൻ പഠിച്ചില്ല. ഇത് ഏതൊരാൾക്ക് മനസ്സിലാവുന്ന കള്ളത്തരങ്ങളല്ലേ? ഇങ്ങനെ കള്ളക്കെട്ടുകണക്കിന് കള്ളക്കഥകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഷാഫി സ്വബാഹി ഇവിടെ വിശദീകരിക്കുന്ന വിഷയം അത് ജാല മുഹമ്മദ് എന്ന ആ ഒരു മൗലൂദിൽ അവർക്ക് സംഭവിച്ച ഒരു അബദ്ധം സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം ഇവരുടെ 551 വക മൗലൂദിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊന്ന് നോക്കാം. ഇതാ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മൗലൂദ് കിതാബ് 551 അല്ല കേട്ടോ, 151 വക ഒരു വഖ മൗലീദ് കിതാബ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ആ കിതാബിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് സൂം ചെയ്ത് കാണിക്കാം. ആ ചുവന്ന ഭാഗം മാർക്ക് ചെയ്തിട്ടില്ല. അവിടെ പറയുന്ന പോയിന്റ് ഇതാണ്, ഇത്നാഷർ അലിഫ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്നാഷർ എന്നുള്ളത് 12, അലിഫ് 1000, 12,000 റജുല് കുഫാർ എന്നാണ്. അതായത് 12,000 ആളുകൾ അവിടുന്ന് തോറ്റോടി എന്നുള്ളതാണ് ഈ മൗലൂദിൽ പറയുന്ന വിഷയം. അങ്ങനെ 12,000 ആളുകൾ തോറ്റോടി പോയി കഴിഞ്ഞാൽ അന്ന് ഈ ആളുകൾക്ക് ഇതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു. അർത്ഥം അറിയണ വലിയാക്കന്മാരോ അത് മറച്ചൊക്കും ചെയ്തിരുന്നു, ആരും പറഞ്ഞു തരുന്നില്ല. ഓലും ഇങ്ങനെ പാടിപ്പിച്ചിരുന്നു. വിറ്റേലയും കൊണ്ട് ഇങ്ങനെ കോറസും പാടിപ്പിച്ചിട്ട് സലാത്തും വതസ്ലീമൊന്നും പാടിച്ചിട്ട് ഇരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ഷാഫി സ്വബാഹി പറഞ്ഞ പോലെ ബദറിൽ പങ്കെടുത്ത 300 ചില്ലാനം സ്വഹാബാക്കള്, ആ 313 എന്നുള്ള കണക്കിൽ ചെറിയൊരു ഭിന്നാഭിപ്രായം ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 320-ന് താഴെ 300 ചില്ലാനം സ്വഹാബാക്കളും 1000-നടുത്ത് 900-നും 1000-നും ഇടയിൽ എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. 960 എന്നും പറയാറുണ്ട്. 1000-ഓളം കൂട്ടുന്നത് അവർ മദ്യവും മദിരാശിയുമായിട്ടാണ് അവിടെ എത്തിയിരുന്നത്. സ്ത്രീകളൊക്കെ ഉണ്ട്. എല്ലാവരെയും കൂടി കൂട്ടിയാലും 1000-ന് താഴെയുള്ളൂ. അപ്പോൾ 12,000 കുഫാറുകൾ തോറ്റോടി എന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അങ്ങനെ 1000-ന് താഴെയുള്ള മുശ്രിക്കീങ്ങളായ ആ ആളുകളിൽ 70 ആള് വധിക്കപ്പെട്ടു. 70 ആള് പോരാട്ടത്തിൽ മരിച്ചു വീണിട്ടുണ്ട്. 14 സ്വഹാബത്തും 70 മക്ക മുശ്രിക്കീങ്ങളുമാണ് അവിടെ വധിക്കപ്പെട്ടത്. ആ 70 ആൾക്ക് പുറമെ 70 ആളുകളെ ബന്ദികളായി പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം 140. ഇനി 900-നും 1000-നും ഇടയിൽ എന്ന് പറഞ്ഞാൽ 1000 കൂട്ടും. നമുക്ക് 1000 കൂട്ടിയാൽ തന്നെ ഈ 70-ഉം അതിൽ നിന്ന് കുറച്ചാൽ പിന്നുള്ളത് 860 ആളുകളാണുള്ളത്. ഇതിന്ന് എവിടുന്നാടെ ചെങ്ങായിമാരെ 12,000 തോറ്റോടിയത് എന്ന് ചോദിച്ചപ്പോൾ അതിന് നൽകിയ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ന്യായീകരണം ഉണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഷാഫി സ്വബാഹിയുടെയും മാലമൗലൂദുകൾ സംബന്ധമായിട്ടുള്ള ചെറിയൊരു കാര്യങ്ങൾക്ക് കാണിക്കാണ്ട് ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൻ്റെ ആ പേജിൻ്റെ ഏറ്റവും ചുവട്ടിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും സുന്നി വോയിസ് ദ്വൈവാരിക 2009 സെപ്റ്റംബർ 1, 15. അതിൽ ചുവന്ന അണ്ടർലൈൻ ഇട്ടിട്ടുള്ള ആ ഒരു ഭാഗം നമുക്കൊന്ന് നോക്കാം. നാട്ടിൽ പല മൗലിദുകളും നടക്കാം.
വ്യാജ ഷെയ്ഖന്മാരുടെ പേരിൽ മുരീദന്മാർ എഴുതുന്ന മൗലീദ്, ഷിയാക്കളുടെ മൗലീദ്, ഉമർ മൗലവിക്കും KM മൗലവിക്കും മൗലൂദുകളുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനാൽ നാട്ടിൽ നടക്കുന്ന മൗലിദുകളെല്ലാം സുന്നത്താണെന്ന് വാദിക്കാനാവില്ല. ബിദഅത്ത് എന്ന വാക്കിന് പുതിയത് എന്നാണ് ഭാഷാർത്ഥം. പുതിയത് എന്നല്ല, പുതിയതിന് വേറെ ഭാഷയുണ്ട്. ബിദഅത്ത് എന്നാൽ പുത്തൻ ആചാരം എന്ന് തന്നെയാണ്. മതത്തിലേക്ക് പുതിയൊരു അമല് തിരികെ കയറ്റുന്നതിനാണ് ബിദഅത്ത് എന്ന് പറയാ. ഇനി അത് നല്ല ബിദഅത്തും ചീത്ത ബിദഅത്തും അതിനെക്കുറിച്ചൊന്നും പറയില്ല. എന്തായാലും ഇവർ പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ കുറേ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതാ നിങ്ങൾ കാണുന്നത് അതേ ദ്വൈവാരികയിലെ മറ്റൊരു പേജാണ്. അതിൽ ജാല മുഹമ്മദിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എന്താ നോക്കാം. കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്തില്? മൗലൂദുകളിലെ. ജാല മുഹമ്മദ് മൗലിദിൽ തന്നെ ബദറിൽ പങ്കെടുത്ത 12,000 ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നുണ്ട്. 1000 ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ. 11 വഹാബിയുടെ വകയാണ്. ഇപ്പം എന്തുണ്ടായത്? അവരുടെ മൗലൂദ് കിതാബ്, പഴയ മൗലൂദ് കിതാബാണ് നമ്മൾ ഫോട്ടോ സഹിതം നേരത്തെ കാണിച്ചത്. അതിൻ്റെ പുറംചട്ട കാണിച്ചു, അതിൻ്റെ ഉള്ളിലുള്ള ഇത്നാഷർ അലിഫ് റജുൽ കുഫാർ എന്ന് കാണിച്ചിട്ടുണ്ട് അവർ എഴുതിയത്. അപ്പോൾ ഇത്നാഷർ അലിഫിൽ, അതായത് 12,000 എന്നുള്ളതിൽ 1000 ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ. ബാക്കി 11,000 വഹാബികൾ കൂട്ടിച്ചേർത്താന്ന്. ഏത്? ഓല മൗലൂദിലെ. ഈ മൊയ്ലിയാക്കന്മാരെ ഏറ്റി താങ്ങിയിട്ട് നടന്നിരുന്ന പരിശുദ്ധ ഖുർആനേക്കാളിലും വാല്യൂ കൽപ്പിച്ചുകൊണ്ട് നടക്കുന്ന മൗലൂദ് കിതാബ് വഹാബികൾക്ക് അത് എഴുതിണ്ടാക്കുക എന്നുള്ളത് എൻ്റെ അറിവിൽ ഇല്ല. ഇനി അവരത് ഫത്വയിൽ, അവരുടെ ഫത്താബയിലൊക്കെ കാണിക്കുന്നുണ്ട്. ജാല മുഹമ്മദിലുള്ളത് പച്ച നുണയാണെന്ന് മനസ്സിലാക്കിയ മുസ്ലിയാക്കൾ ആ കളവിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാ അതിലും വലിയ മറ്റൊരു കളവ് തട്ടിവിടുന്നു. അത് മുജാഹിദുകൾ കടത്തിക്കൂട്ടിയതാണത്രേ. അവർ സുന്നി വോയിസ് വാരികയിൽ എഴുതിയ ആ കളവ് ഒന്ന് വായിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെക്സ്റ്റാണത്. സുന്നി വോയിസ് ഇത് എനിക്ക് അയച്ചു തന്നത് ഖാദർ സാഹിബാണ്, കരുവമ്പൊയിലുള്ള. അദ്ദേഹം തന്ന ഒരു ടെക്സ്റ്റാണ് ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ വായിച്ചത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം. നിങ്ങളിപ്പോൾ കാണുന്നത് മുഫ്തി താജുൽ ഉലമ ഖുദ്വത്തുൽ മുഹഖഖീൻ ഷെയ്ഖുന KK സാദഖത്തുള്ള മൗലവി റ എന്താണെന്നാവേ ഇതിനൊക്കെ പ്ര എന്നൊക്കെ ഇട്ടിട്ടാണ് ഇവർ പറയുക. സമ്പൂർണ്ണ ഫത്താവ. അപ്പോൾ ഈ പറഞ്ഞ എഴുതിയ സമ്പൂർണ്ണ ഫത്താവ എന്ന ഇവരുടെ ഒരു ബുക്കാണ്. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ നോക്കാണ്ട്. ചോദ്യം 595 ഒരു ചോദ്യമാണ്. നിങ്ങൾക്ക് കാണാം ആ ചുവന്ന ലൈനിട്ട ഭാഗം. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് നേരെ വായിക്കാം. ഓക്കെ. ബദർ ദിനത്തിൽ 12,000 കാഫറുകൾ ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലിദിൽ കാണുന്നു. ബദറിൽ 100 കാഫറുകളല്ലേ പങ്കെടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് 12,000 പേർ ഓടുന്നത്? 100 എന്നത് ചിലപ്പോൾ അച്ചടിപ്പിശകായിരിക്കാം, 1000 എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഓക്കെ, അതിന് ഈ മുഫ്തി നൽകുന്ന എഴുതിയ മുഫ്തി നൽകുന്ന ഫത്വ എന്താണെന്ന് വായിക്കാം നമുക്ക്. അതായത് ഇതിൻ്റെ ചുവട്ടിൽ സമ്പൂർണ്ണ ഫത്താവ എന്നുള്ള ആ ഗ്രന്ഥത്തിൽ നമ്മൾ നേരത്തെ കാണിച്ചത് ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. 282 പേജിലാണ്. പോയി എടുത്ത് നോക്കിയും മറിച്ച് നോക്കിയും. ഓക്കെ, ഉത്തരം. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 പേരാണ്. 1000 എന്നുള്ള ആ കറക്റ്റ് കണക്ക് എവിടുന്നേ കിട്ടിയെന്നുള്ളത് ഫത്താവക്കാരൻ പറയണം. ഇത് ഫത്വ പറയണം, മുഫ്തി പറയണം. അതുപോട്ടെ. കൂടാതെ പിശാചുക്കൾ ബദർ രണാങ്കണത്തിൽ കാഫിരീങ്ങളുടെ പക്ഷത്ത് സന്നിധരായിരുന്നുവെന്നും മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ അവതരിച്ചപ്പോൾ പിശാചുക്കൾ ഓടിപ്പോയി എന്നും ഉള്ള സംഭവം ചരിത്രപ്രസിദ്ധമാണല്ലോ. അതിനാൽ 12,000 കാഫിറുകൾ ബദർ ദിനം ഓടിപ്പോയി എന്ന് ജാല മുഹമ്മദ് മൗലിദിൽ പറഞ്ഞത് പിശാചുക്കളെയും കൂട്ടിയായിരിക്കാം. അഥവാ 1000-ഓളം മനുഷ്യ കാഫിറുകളും 11,000-ൽ പരം പിശാചുക്കളും, ആകെ 12,000. എന്തുണ്ടായത്? ഫത്വക്കാരൻ പറഞ്ഞത് എന്താണ്? ആ ജാല മുഹമ്മദിലുള്ളത് ശരി തന്നെയാണ്. അത് ബാക്കി 11,000 ശൈത്താൻ കാഫിറുകളാണ് ഓടിപ്പോയത് എന്നുള്ളതാണ്. പിന്നെന്തിനാ നേരത്തോല് ആ സുന്നി വോയിസിൽ അങ്ങനെ ഒരു ന്യായീകരണം കൊടുത്തത്? മുജാഹിദീങ്ങൾ വഹാബികൾ എഴുതി ചേർത്താന്ന്. അത് പോട്ടെ. പുതിയ ജാല മുഹമ്മദിൽ ഇത്നാഷർ എന്ന് വെട്ടിയിട്ട് അലിഫ് കുഫാർ തോറ്റോടി പോയി എന്നെന്തിനാ എഴുതിക്കണേ? അതന്നെ തെറ്റല്ലേ ചങ്ങായിമാരെ? അല്ലേ? 1000-ന് താഴെയുള്ള ആളുകൾ പങ്കെടുത്തു, 70 ആള് കൊല്ലപ്പെട്ടു, അവരെ കൊന്നുകളഞ്ഞു മുസ്ലിം പോരാളികൾ. 70 ആളെ പിടിച്ചോണ്ടുപോയി. അത് ബന്ദികളാക്കിക്കൊണ്ട് വാർ പ്രിസണേഴ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിടിച്ചു കൊണ്ടുപോയി. അത് മറ്റൊരു കാര്യം, അതിലേക്ക് പോകുന്നില്ല. അതിനുശേഷം 800 ചില്ലാന ആളുകളല്ലേ തോറ്റോടിയിരിക്കുന്നത്? എന്താ അത്? വെറുതെ എന്നോണം അറിയാം. ആയിക്കോട്ടെ.
അതിനുശേഷം അപ്പോൾ ഈ ഫത്വക്കാരൻ എന്താ ചെയ്തിരിക്കുന്നത്, അത് ന്യായീകരിച്ചിരിക്കുക. മറ്റൊരെന്ത് ചെയ്തിരിക്കുന്നത്, അത് മുജാഹിദീങ്ങൾ എഴുതിണ്ടാക്കിയതെന്ന് പറഞ്ഞിരിക്കുക. ഇനി നമുക്ക് മറ്റൊരു സാധനം നോക്കാം. ഇത് ആഭരണങ്ങളും സക്കാത്തും എന്ന വിഷയത്തിലുള്ള ഒരു വിഷയമാണ്. നിങ്ങൾക്ക് ഈ അണ്ടർലൈൻ ഇട്ട ഭാഗം എന്താണ് പറയുന്നത് നോക്കാം. ബദറിൽ പങ്കെടുത്ത കാഫിറുകളുടെ എണ്ണം 1000 ആണെന്നല്ലേ ചരിത്ര ഗ്രന്ഥങ്ങളും മറ്റും കാണുന്നത്. എന്നാൽ ജാല മുഹമ്മദ് മൗലിദിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മണ്ണ് വാരി എറിഞ്ഞപ്പോൾ 12,000 കാഫിറുകൾ പിന്തിരിഞ്ഞോടി എന്ന് കാണുന്നു. മസ്ഊൽ എന്തു പറയുന്നു എന്നാണ്. എന്താ മസ്ഊൽ എന്നാവേ? ഇത് സുന്നി അഫ്കാർ 1995 ജനുവരി 25 ഇതിൽ നിന്നാണ് നമ്മൾ ഇത് കാണിക്കുന്നത്. അതിന് കൊടുക്കുന്ന മറുപടി, ചോദ്യം കഴിഞ്ഞു, ഇനി മറുപടിയാണ് കേട്ടോളി. ബദറിൽ പങ്കെടുത്ത മക്ക കാഫിറുകൾ 1000 ആയിരുന്നു. മുസ്ലിങ്ങളെ സഹായിക്കാൻ മലക്കുകൾ ഇറങ്ങി. അതുപോലെ കാഫിറുകളെ സഹായിക്കാൻ പിശാചുക്കളും ബദറിൽ വന്നിരുന്നു. അവരെ കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ ഉറപ്പൊന്നുമില്ല. എന്നിട്ടും ഇത് ചെല്ലിയും കൊണ്ട് കിടക്കുക. മൗലിദിൽ 12,000 കാഫിർ എന്ന് പറഞ്ഞത്. ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു 1995 ജനുവരിയിലുള്ള സുന്നി അഫ്കാറാണ്. ആയിക്കോട്ടെ, എന്നാൽ നമ്മൾ നേരത്തെ ഇതിനിടയ്ക്ക് നമ്മളൊരു സാധനം കാണിച്ചു തന്നില്ല നിങ്ങൾക്ക്, മറ്റൊന്നും അല്ലട്ടില്ലേ. സുന്നി വോയിസ് 2009 14 കൊല്ലം കഴിഞ്ഞിട്ട് അന്ന് പറഞ്ഞത് ഇവർ മറന്നു. അതിൽ ഞാൻ നേരത്തെ വായിക്കാൻ വിട്ടുപോയ ഒരു വരി കൂടി ചേർത്താണ് വായിക്കുന്നത്. പലതിലും വഹാബികൾ അനധികൃതമായി കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. നേരത്തെ ഞാൻ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ് വായിച്ചു പോയത്. ഇതിൻ്റെ ഭാഗത്താണ്. ജാല മുഹമ്മദ് മൗലിദിൽ തന്നെ ബദറിൽ പങ്കെടുത്ത 12,000 ശത്രുക്കൾ പിന്തിരിഞ്ഞോടി എന്നുണ്ട്. 1000 ബദറിൽ പങ്കെടുത്തിട്ടുള്ളൂ. 11 വഹാബിയുടെ വകയാണ്. ഇപ്പം 2019 സുന്നി വോയിസ് ദ്വൈവാരികയിൽ എഴുതി വെച്ചാണ്. 10-24 കൊല്ലം മുമ്പേ പോലെ എന്താ എഴുതി വെച്ചത്, അത് കാഫിരീങ്ങളാണ് എന്ന്. അപ്പോൾ എനിക്ക് വഹാബികൾ എഴുതിയതല്ല. അതെന്താണ്, അത് നമ്മളെ ആളുകൾക്ക് പേച്ചതാണെങ്കിൽ പോലും അത് നമുക്ക് ഇങ്ങനെ ന്യായീകരിക്കാമെന്ന് പറഞ്ഞു. ആ ന്യായീകരണം നിൽക്കണില്ല, എവിടേക്കും അങ്ങോട്ട് മുട്ടിക്കാൻ പറ്റണില്ല. ഒപ്പമുള്ള ആളുകൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായി, ന്യായീകരണം വഹാബികളുടെ മണ്ടക്കിട്ടു. ഇനി നമുക്ക് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ ഫത്താവ. ഇതേതാണെന്നറിയോ? ഇസ്മായിൽ മുസ്ലിയാർ ഈ ഇവരുടെ നുബാത്തി കുത്തുബ അതൊന്ന് വെട്ടിത്തിരുത്തിയിട്ട് മൂപ്പര വകയാക്കിയിട്ട് പൂങ്കാവനം ബുക്സാണ് ഇത് പുറത്തിറങ്ങിയിട്ടുള്ളത്. വോളിയം 3. എന്താണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കാം. ഇതാ അണ്ടർലൈൻ ഇട്ട ഭാഗം 1799 ചോദ്യമാണ്. എന്താണ് ചോദ്യം? ജാല മുഹമ്മദ് മൗലിദിൽ പറയുന്നത് ബദർ ദിനത്തിൽ 12,000 കാഫിറുകൾ ഓടിപ്പോയിട്ടുണ്ടെന്നാണ്. ബദറിൽ ആകെ പങ്കെടുത്തത് 1000-ഓളം കാഫിറുകളാണല്ലോ. പിന്നെങ്ങനെയാണ് 12,000 കാഫിറുകൾ തോറ്റോടിപ്പോയത് എന്നാണ് മൊയ്ലിയരോട്, ഫത്വക്കാരനോട്, നെല്ലിക്കുത്തിനോട് ചോദ്യം. നെല്ലിക്കുത്ത് അതിന് നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം. മൗലീദാണ് വിഷയം, അതാ സൈഡിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കാം. ജാല മുഹമ്മദിൻ്റെ ആദ്യത്തെ കോപ്പിയിൽ 1000 എന്ന് തന്നെയാണുള്ളത്. എന്നാൽ ധൈര്യം ഉണ്ടെങ്കിൽ അന്ന് കാണിച്ചു തരും. ആദ്യത്തെ കോപ്പി ഒന്ന് കാണിച്ചു തരും. 12,000 എന്നുള്ള കോപ്പി ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. കാണിച്ചുകൊണ്ടു ഇനി നേരിട്ട് വേണമെങ്കിൽ കൊടുന്നേരാം. ഇനി 12,000 ഉണ്ടെങ്കിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത മക്ക കാഫിറുകളും 1000 ആണെങ്കിലും അവരെ കൂടാതെ അവരെ പിന്താങ്ങുന്ന ധാരാളം പിശാചുകളുമുണ്ടല്ലോ. അവരെല്ലാം തന്നെ പിന്തിരിയുകയും അങ്ങനെ എല്ലാ വിഭാഗത്തെയും ഉൾപ്പെടുത്തിയാണ് ജാല മുഹമ്മദിൽ പറഞ്ഞത് എന്നാണ്. അപ്പോൾ വഹാബി അല്ലേ നെല്ലിക്കുത്തേ? ഇത് നെല്ലിക്കുത്തായാലും വേണ്ടില്ല, ഇനി വേറെന്തെങ്കിലും ഇതിൽ കുത്തിയതാണെങ്കിലും വേണ്ടില്ല. ഈ നെല്ലിക്കുത്ത് സക്കാഫി പറഞ്ഞത് എന്താണ്? അത് നേരത്തെ ഇത് 95 പറഞ്ഞ ആ സുന്നി അഫ്കാറിൽ പറഞ്ഞ അത് തന്നെയാണ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫത്താവ എന്ന പേരിലുള്ള വോളിയം 3 പൂങ്കാവനം ബുക്സ് പുറത്തിറക്കിയ ഫത്താവയിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനിടയിൽ 2019 സുന്നി വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് രണ്ടും ഒക്കെ ഇനിയിപ്പോൾ 3 എണ്ണമാണ് നമ്മളിവിടെ കാണിച്ചത്, ഒക്കെ വരുന്നതാണ്. സുന്നി വോയിസിൽ എന്താണത് 11,000 മുജാഹിദീങ്ങളെ വകയാണ് എന്ന്. അപ്പോൾ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് പാവം ജനതയാണ്. തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് ഷിയാക്കളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങി, ഷിയാക്കൾ വാങ്ങിക്കുന്നത് ജൂതന്മാരേക്കുന്ന. അപ്പോൾ അതിൻ്റെ ശരിക്ക് പറഞ്ഞാൽ ജൂതന്മാരേക്കുന്നത് എന്ന് തന്നെ പറയാം. ജുദായിസത്തിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള പിഴച്ച വാദങ്ങളുമായിട്ട് നടക്കുന്ന ഈ പിഴച്ച സിദ്ധാന്തക്കാരെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഈ പിഴച്ച ഇതിൽ തന്നെയായിരിക്കും. ജാല മുഹമ്മദ് എന്ന ആ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ട്. ഇൻഷാ അല്ലാ. ഇനി ഇത് മാത്രമല്ല, പലതരത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൂട്ടിക്കെട്ടുന്നുണ്ട്.
അത് സംബന്ധിച്ച് ചെറിയൊരു വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. ഷാഫി സബാഹിയുടെ മൗലൂദുകൾ സംബന്ധിച്ച്, മാല മൗലൂദുകൾ സംബന്ധിച്ചുള്ള ചെറിയൊരു വീഡിയോ, രസകരമായ ഒരു വീഡിയോ ആണ്. കാണുക, മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റസൂലേ, അങ്ങയുടെ പാവപ്പെട്ടതായ അടിമയിതാ ആഗ്രഹിക്കുന്നു നബിയേ. അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ, പ്രിയമുള്ളവരെ, അർത്ഥമറിയാതെ ഓതിയവർ ഒരുപാടുണ്ടാവൂലോ. ആ മാരുടെ അടിമയാണെന്ന് ഓർത്തു പോയോ? റസൂലുള്ളാഹിന്റെ അടിമയാണോ അതോ അള്ളാഹിന്റെ അടിമയാണോ? നമ്മൾ റസൂലുള്ളാഹിന്റെ അടിമയാണോ അള്ളാഹുവിന്റെ അടിമയാണോ? നമ്മൾ തീരുമാനിക്കണ്ടേ. ആ മുഹമ്മദ് നബി ആരാണെന്നറിയോ? വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം 23-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയാണ്, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയാകുന്ന പ്രവാചകനിൽ നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹിന്റെ അടിമയാണെന്ന് വിശുദ്ധ ഖുർആൻ തീർന്നില്ല. 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ ആയത്തിലോട് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അന്ന് രാത്രിയിൽ തന്റെ അടിമയാകുന്ന പ്രവാചകനെ കൊണ്ട് രാപ്രയാണം നടത്തിച്ച അല്ലാഹു എത്രയോ പരിശുദ്ധനാണെന്ന് പറയുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ അടിമയാണെന്ന് വിശുദ്ധ ഖുർആൻ. നമ്മളും അള്ളാന്റെ അടിമയാണ്, മുഹമ്മദ് നബിയുടെ അടിമയല്ല. അള്ളാന്റെ അടിമകളാണ്, മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്താണ്, അടിമകളല്ല. ഈ അബദ്ധം ഇവിടെ കടന്നു വരാൻ. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് സത്യത്തിൽ ഇത് എന്താ ചെല്ലുന്നുള്ള അർത്ഥം അറിയോ? അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് നിന്നിട്ട് ചെല്ല. ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താ? ارتكبت على الخطا غير حسير وعذر لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കരി അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. നബി ഒരുപാട് തെറ്റുകൾ ചെയ്ത് അതിന്റെ മേലെ വാഹനം കയറിയിരിക്കുന്നു, അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു. അതൊരു സൈഡിൽ നിന്നില്ല. അപ്പൊ ഇപ്പുറത്തെ ജവാബ് എന്താ? حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله حسبي ربي جل الله എനിക്ക് അല്ലാഹ് മതിയിടോ. മാഫി കൽബി ഒയറുള്ള എന്റെ മനസ്സിൽ അല്ലാതെ ആരുമില്ല. സത്യം വേണ്ട, നീ പഠിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എങ്ങനെ ഒരാൾ പറയാം നബിയേ അങ്ങയോട് ആവലാതി ബോധിപ്പിക്കുന്നു, അപ്പൊ മറ്റോട് എനിക്കല്ല മതി, എന്റെ മനസ്സിൽ അല്ലാണ്ട് ആരുമില്ല. 2 മണ്ടന്മാര് അർത്ഥം അറിയണില്ല, പിന്നെയും ചെല്ലുന്നെ അല്ലേ? അപ്പൊ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാത്തൊടുത്താൽ ഷിർക്കിന്റെ ഒരുപാട് അല്ലേ? ഇവിടെ തന്നെ നിങ്ങൾ ആലോചിച്ചു, ആരോട് ആവലാതിപ്പെട്ടത്? ലക്ക അഷ്കൂന, നബി അങ്ങയോട് ഞാൻ ആവലാതിപ്പെടുന്നു. ആ ഷക്കാവത്ത് എന്ന് പറയുന്ന പദം വിശുദ്ധ ഖുർആനിലുണ്ട്. അതാരോടാ? നബിയോടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിലല്ലാതെ കണ്ടപ്പോ സ്വഹാബ വനിത അള്ളാഹുവിനോട്, വിശുദ്ധ ഖുർആൻ പറയാ സൂറത്ത് മുജാദിലയിലെ 1-ാമത്തെ ആയത്തൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അല്ലേ? ഹൗല ബിൻത് സഅലബ എന്ന് പറയുന്ന സ്വഹാബ വനിതയെ അവരുടെ ഭർത്താവ് ലിഹാർ ചെയ്യുക. ലിഹാർ എന്ന് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തൊലാഖിന് വേണ്ടി ഉപയോഗിക്കുന്ന പദാണ് ലിഹാർ എന്ന് പറഞ്ഞ. ഭർത്താവ് പറയാ ഭാര്യയോട്, അന്തിക ലിഹാരി ഉമ്മി, നീ എൻ്റെ ഉമ്മാടെ മുതുക് പോലെയാണ് എന്ന് ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാൽ ജാഹിലിയ്യ കാലഘട്ടത്തിൽ തൊലാഖായി. പക്ഷേ ഹൗല ബിൻത് സഅലബയോട് അവരുടെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഹൗല ബിൻത് സഅലബ അവർക്കിടയിലെ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഇത് ഇസ്ലാമിക കാലഘട്ടത്തിന് പരിഗണിക്കപ്പെടുന്നില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് വീണ്ടും ബന്ധം സ്ഥാപിക്കാം. അപ്പൊ ഹൗല ബിൻത് സഅലബ പറഞ്ഞു, വേണ്ട, നമുക്ക് റസൂലുള്ളാഹിന്റെ അടുക്ക പോയി പറയാം. അങ്ങനെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ ഈ ഹൗല ബിൻത് സഅലബ അള്ളാഹുവിനോട് പറയാണ്, പഠിച്ചോനെ, എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയാൽ മറ്റൊരു ഭർത്താവ് എന്നെ സ്വീകരിക്കില്ല, എൻ്റെ മക്കളെ പോറ്റാനുള്ള കഴിവെനിക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ആവലാതിപ്പെടാൻ. അങ്ങനെ റസൂലുള്ളാഹിന്റെ മുമ്പിലെത്തി പ്രവാചകനുമായി സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ നസലൽ അമീനു മലക്കു ജിബ്രീൽ, അള്ളാഹിന്റെ വഹീം കൊണ്ട് ജിബ്രീൽ കടന്നു വരികയാണ്. ഖദ് സമി അല്ലാഹു ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ വതസ്തകി ഇലല്ലാഹ്.
ഖദ് സമി അല്ലാഹു തആല കേട്ടിട്ടുണ്ട് ഖൗലല്ലതി തുജാദിലുക ഫീ സൗജിഹാ. നബി അവളുടെ ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങയോട് സംവദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ സംസാരം അല്ലാഹു കേട്ടിട്ടുണ്ട്. വതസ്തഖീ ഇലല്ലാഹ്, അവൾ ആവലാതിപ്പെട്ടത് അല്ലാഹുവിനോടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലല്ല എന്ന് കണ്ടപ്പോ പ്രവാചകനിൽ നിന്ന് തൗഹീദ് പഠിച്ച സ്വഹാബ വനിത ആവലാതിപ്പെട്ടത് നബിയോടല്ല, അല്ലാഹുവിനോടാണ് ആവലാതിപ്പെടുന്നത്. അപ്പൊ മൗലിദിലെ ലക്കാഷ്കു എന്ന് പറയുന്നതിന് ഖുർആൻ തന്നെ എതിരല്ലേ പ്രിയമുള്ളവരെ? ഇനി എത്ര സ്ഥലങ്ങളിലുണ്ട് ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലിപ്പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. നമ്മുടെ തൊടുപുഴയിൽ കഴിഞ്ഞതിന് മുമ്പത്തെ നിബന്ധനത്തിന് ഹുബ്ബുർ റസൂൽ വിഷയോധരിപ്പിച്ചപ്പോൾ ഇതുപോലെ മൗലിദിന്റെ പൊള്ളത്തരം കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിപ്പോ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ രണ്ട് കയ്യിൽ ഇങ്ങനെ സലാമന്റെ പിടിച്ചിട്ട് പറയാം, ഇവിടെ 6 പള്ളിയിൽ മൗലൂദുണ്ട്, പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഉസ്താദിന്റെ മൗലൂദാണ്. അപ്പൊ അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി കേൾക്കൊന്നും വേണ്ട. ഇതിന്റെ അപകടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള തേട്ടങ്ങൾ ഒരുപാടാണ് പ്രിയമുള്ളവർ. ഈ പറഞ്ഞൊന്നല്ല, പ്രവാചകനോട് എത്ര യാ സയ്യിദ സാദാതി ജീതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖീബ മഖ്സദി ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ വൽദുൽമി വൽഫി ശദീദി ഫഅസിദി. യാ സയ്യിദ സാദാത്ത്, നേതാക്കന്മാരിൽ നേതാവായ റസൂൽ, ജിഅ്തുക ഖാസിദാ, അങ്ങയെ ഉദ്ദേശിച്ചുകൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു. അർജൂഹിമാക, അങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫലാ തുഖൈബ് മഖ്സദി, എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ല നബിയേ. ഖദ് ഹല്ല ബിമാ ഖദ് അലിംത മിനൽ ലദാ, എനിക്ക് ബാധിച്ചിട്ടുള്ള ഉപദ്രവങ്ങൾ ഏതുണ്ടോ, എന്റെ ദൗർഭാഗ്യങ്ങൾ ഏതുണ്ടോ അതങ്ങേ കറിയുമല്ലോ റസൂലേ. ഫഅസ്ഇദി, എനിക്ക് സൗഭാഗ്യം തരണേ നബിയേ. ഇത് അള്ളാന്റെ റസൂലിനോട് തേടാ. അപ്പൊ പുതിയ വർത്താനം എന്താണെന്നറിയോ? അതിപ്പോ റസൂലിനോട് ഇങ്ങനെ ചോദിക്കുമ്പോ നബിക്ക് അള്ള കൊടുത്ത കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ നിയത്താക്കലുണ്ട്. ഞാൻ പറയാം, നാട്ടിലെ സാധാരണ ഒരു മയമാക്ക ഈ മൗലിദ് ചെല്ലുമ്പോ ഇർത്തക്കബത്ത് പഠിച്ചവരെ നബിയോടല്ലാട്ടോ, നബിക്ക് അള്ള കൊടുത്ത കഴിവുണ്ട് നിയത്ത് വെക്കലുണ്ട്. നാട്ടിൽ ഇതുവരെ ചെല്ലിയ സാധാരണക്കാരാലോചിച്ചു നമ്മൾ നിയത്ത് വെച്ചിട്ടാ ചെല്ലിയത്. അപ്പൊ അങ്ങനെ നിയത്ത് വെച്ചില്ലെങ്കിൽ ശിർക്കാവൂലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ, നബിയോട് തേടുന്ന ഷിർക്കുണ്ട്. ഷിർക്കിന്റെ പര്യാവസാനം നരകമാണ്. കാരണം ഇമാം തിർമിദി ധരിക്കുന്ന 2969 നമ്പർ ഹദീസ് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, പ്രാർത്ഥന ആരാധനയാണ്. വെറുതെ പറഞ്ഞതല്ല. സൂറത്ത് ഗാഫിറിലെ 60-ാമത്തെ ആയത്താണ് അവിടെ തെളിവ്. ആ ഹദീസിൽ പോലും ധരിക്കുന്നത്. എന്നിട്ട് പഠിപ്പിക്കാൻ പ്രാർത്ഥന ആരാധനയാണ്. അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല. ഇവിടെ നബിയോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇതിപ്പോ ചിലത് പറഞ്ഞു ഇത് ബദർ മൗലിദാണോ ബദരീങ്ങളോട്, അതുപോലെ തന്നെ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടൊക്കെ മഴ പെയ്യിപ്പിക്കുന്നത് പോലെ മുഹ്യിദ്ദീൻ ഷെയ്ഖാണെന്ന് ഇനി മുജാഹിദീൻ പറഞ്ഞ അർത്ഥാണോ? വേണ്ട, നിങ്ങൾക്ക് പരിശോധിക്കാലോ. ഫാർനൂർ പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഖുത്ബിയത്തിന്റെ വ്യാഖ്യാനം 11-ാമത്തെ പേജ് പറയാ, ആകാശ ലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ എന്ന മുഹ്യിദ്ദീൻ ഷെയ്ഖിനോട് ആരാ മഴ പെയ്യിപ്പിക്കുന്ന? അല്ലാഹുവല്ലേ. ഇങ്ങനെ ശിർക്ക് ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനി അടുത്ത പോയിന്റ് എന്താ? മാല മൗലിദുകളിൽ ഒരുപാട് കള്ളക്കഥകളുണ്ട്, കള്ളത്തരങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഫാത്തിമ മൗലിദ് പരിചയമുള്ള ആളുകളുണ്ടെങ്കിൽ അറിയാലോ. നിങ്ങൾ പരിശോധിച്ചു നോക്ക്, എന്ത് വലിയ കള്ള അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത്. അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ ഒരാൾ കള്ളം പറഞ്ഞാലുള്ള ഹുക്മെന്താ? മൻ കദബ അലയ്യ മുതഅമ്മിദാ ഫല്യതബവ മഖഅദഹു ഫിന്നാർ. ആരെങ്കിലും എന്റെ പേരിൽ മനഃപൂർവ്വം ഒരാൾ കളവ് പറഞ്ഞു പോയാൽ അവന്റെ ഇരിപ്പിടം നരകത്തിലൂടെ തയ്യാർ ചെയ്തു കൊള്ളട്ടെ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പേരിൽ മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവന്റെ ഇരിപ്പിടം നരകത്തിലാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചോ, അള്ളാഹിന്റെ റസൂലിന്റെ പേര് പച്ചക്കള്ളം എവിടെ? ഫാത്തിമ മൗലിദിൽ. നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ്. എന്താ കഥ എന്നറിയോ? അള്ളാഹിന്റെ പ്രവാചകൻ മിഅ്റാജ് യാത്ര പോയപ്പോ, ചിന്തിക്കണേ, മിഅ്റാജ് യാത്ര പോയപ്പോ
സ്വർഗത്തിൽ അവിടുന്ന് ഖദീജയുടെ കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഒരു ആപ്പിൾ മരം കാണിച്ചുകൊണ്ട് അതിൽ നിന്നെടുത്തുകൊണ്ട് ജിബ്രീൽ പറഞ്ഞവത്ര നബിയേ, ഇതങ്ങേക്ക് ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ. റസൂലുള്ളാഹി ആപ്പിൾ പഴം കഴിച്ചു. ആണ് ഖദീജ ഗർഭം ചുമന്ന ഫാത്തിമ. ഖദീജയുടെ അടുക്കൽ സ്വർഗത്തിന്റെ മണമുണ്ടായിരുന്നു. അങ്ങനെ ഖദീജ ഫാത്തിമയെ പ്രസവിച്ചപ്പോഴോ സ്വർഗത്തിന്റെ മണം ഫാത്തിമയിലേക്ക് നീങ്ങിപ്പോയി. എന്നിട്ട് പറയാണ് ഫൗലിദത്ത്, അടിവരയിട്ട് പഠിച്ചോ, ഫൗലിദത്ത് ഖബലൻ നുബുവതി ബി 5 സിനീൻ. അങ്ങനെ നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ബീവി ജനിച്ചു പോയി. ഇനി ആ കഥയുടെ മർമ്മം നിങ്ങൾ പരിശോധിക്കുക. മിഅ്റാജ് യാത്ര പോയി, അതിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് നുബുവത്തിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു. ചെങ്ങായിമാരെ, മിഅ്റാജ് ഉണ്ടായത് നുബുവത്തിന് ശേഷല്ലേ? നബി ആയതിനു ശേഷല്ലേ മിഅ്റാജ് ഉണ്ടായത്? അപ്പോ നബിയായതിനു ശേഷം കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് നബിയാവുന്നതിന്റെ 5 കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്നവൻ ഉൾക്കൊള്ളോ? എന്നിട്ട് ഇത് ആര് പറഞ്ഞ? റസൂലുള്ളാഹിന്റെ പേരിൽ റിപ്പോർട്ട് ചെയ്യുക. ആരുടെ പേരില കളവ്? പ്രിയമുള്ളവരെ, ആരുടെ പേരില കളവ്? ഇതൊന്നും രണ്ടൊന്നല്ലല്ലോ, ഇത് മദ്ഹ എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്നവരില്ലേ? ഇനിയിപ്പോ ഇവിടെ വഹാബ് സഖാഫി വന്നാൽ ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അറിയോ? മുജാഹിദുകളൊക്കെ ഇപ്പൊ മുശ്രിക്കായിട്ടുണ്ട് എന്നിട്ട് ആരോപണം നടത്തലായിരിക്കും ഇവിടെ ചെയ്യാം. അതിന് സ്വാഭാവികമായിട്ട് ഈ ആരോപണം നടത്തുന്ന ഇവരെന്നെയാണ്. മങ്കൂസ് മൗലൂദ് തുടക്കത്തില് നൂഹ് നബിയുടെ പേരിൽ ശിർക്ക് ആലോചിച്ച പിന്നല്ലേ മുജാഹിദിന്റെ പേരിലെ അല്ലേ? നൂഹ് നബി അലൈഹിസ്സലാം മുഹമ്മദ് നബിയോടാണ് ഇസ്തിആസ ചെയ്തത്. അപ്പൊ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മേലെ ശിർക്ക് ആരോപിക്കുമ്പോ അള്ളാന്റെ ഖുർആനെ 23 അധ്യായം 26, 27, 28 ആയത്ത് പറഞ്ഞ നൂഹ് നബി ആരോടാ ഇസ്തിആസ ചെയ്തത്? മുഹമ്മദ് നബിയോടാ അല്ലല്ലോ, അള്ളാഹുവിനോടല്ലേ? വിശുദ്ധ ഖുർആൻ പറയാൻ അത് വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ പ്രിയമുള്ളവർ, ഇങ്ങനെ ഒരുപാട് കള്ളക്കഥകൾ. ഇനി ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ മദ്ഹല്ലേ എന്ന് പറഞ്ഞിട്ടാ ഇതിലെവിടെ മദ്ഹുള്ളത്? മദ്ഹാണെന്ന് പേര് പറഞ്ഞിട്ടാണോ? പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കിക്കോ, ഇതിന്റെ മർമ്മമായ വിഷയം നിങ്ങൾ നോക്കിക്കോ. യഹൂദ റബ്ബിമാരുടെ തൂലികളാൽ വൈകൃതമായി പോയ ബൈബിളിന്റെ അനാവരണങ്ങളെ പോലെ മൗലിദുകാരന്റെ കള്ളക്കഥകളും കെട്ടുകഥകളും നുണപ്രചരണങ്ങളും അല്ലാതെ മറ്റൊന്നും ഇതിന്റെ പിന്നിലില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ബൈബിളിനെ പറ്റിയ അബദ്ധം എന്താ? ഈസാ നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് വാച്ച് പറയുന്നിടത്ത് ബൈബിൾ പറയുന്നെന്താ? കാനായിലെ കല്യാണ വിരുന്നിൽ പച്ചവെള്ളം വീഞ്ഞാക്കി മാറ്റി സദസ്സമാരെ മുഴുവനും മത്തന്മാരാക്കി മാറ്റിയതാണ് യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ അമാനുഷികമായ കഴിവ് എന്ന് ബൈബിള് രേഖപ്പെടുത്തി വെച്ചപ്പോ ആളുകളെ മുഴുവനും കള്ളുകൊടുത്ത് മത്തന്മാരാക്കി എന്ന് ബൈബിൾ പറഞ്ഞപ്പോ നൂഹ് നബിയെ കുറിച്ച് ബൈബിൾ പറയുന്നത് മദ്യപിച്ച് ലക്കുകെട്ട് ബോധമില്ലാതെ ഉടുവസം പോലും വലിച്ചെറിഞ്ഞ നോഹ പ്രവാചകനെ മക്കളാണ് ലജ്ജയോടുകൂടെ വസ്തുമുടിപ്പിച്ചത് എന്ന് ബൈബിള് രേഖപ്പെടുത്തി വെച്ചപ്പോ തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരിക്കുന്ന ദാവൂദ് എന്ന് പറയുന്ന പ്രവാചകൻ കുളിക്കളവിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന ഭടന്റെ ഭാര്യയുടെ ലാവണ്യം കണ്ട് അവളെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി അവളുമായി ശയനം നടത്തി അവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം അവളുടെ ഭർത്താവിൽ ആരോപിക്കുമ്പോ അത് ഏറ്റെടുക്കാൻ തയ്യാറാകാത്തതിന്റെ പേരിൽ യുദ്ധരംഗത്ത് ചതിച്ചു കൊന്ന കള്ളപ്രവാചകരായി അവിടുന്ന് ദാവൂദ് നബിയെ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോ സ്വന്തം ഭാര്യയും സഹോദരിയെയും വേശ്യയായി അവതരിപ്പിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കുന്ന കള്ളപ്രവാചകരായി അബ്രഹാം പ്രവാചകനെ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഈ യഹൂദ റബ്ബിമാരോട് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും ലോകത്തിന്റെ ചക്രവർത്തി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന്റെ ചക്രവർത്തി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറയുന്നവരാണ് എന്ന് സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്ന വാറോലകളിലൂടെ എഴുതി വെക്കുമ്പോ ലോക മുസ്ലിമീങ്ങളുടെ ഹൃദയമാകുന്ന മാണിക്യ കൊട്ടാരത്തിന്റെ മണിമുത്ത് ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിനെ മാറോട് നിൽക്കാൻ മാത്രം വിഡ്ഢികളല്ല മുജാഹിദുകൾ എന്നുള്ളത് കൊണ്ടാണ് അതിനെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് വിട്ട് ഇന്തോനേഷ്യ വിട്ട് അറബിക്കടലിന്റെ ഓരങ്ങളിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഒലിച്ചു പോകുന്ന ചപ്പുചണ്ടികളെ പോലെ ഒഴുക്കിവിടാൻ ഞങ്ങൾ തയ്യാറാകുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മൊത്തം നെഞ്ചിലേറ്റുന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറഞ്ഞു എന്ന് നിങ്ങളുടെ വാറോലകളിലൂടെ എഴുതി വെച്ച ഇവിടെയുള്ള മുജാഹിദുകളുടെ മുഴുവനും ശിരസ്സരച്ച് താഴ്ത്താലും ആ നാവ് അവിടെ കിടന്ന് പറയും അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
നമുക്ക് വേണ്ടി അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറയുന്ന പ്രവാചകനല്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹിയുഹാ. അള്ളാന്റെ വഹിയല്ലാതെ സംസാരിക്കാത്ത പ്രവാചകന്റെ നാവിലൂടെ കളവുന്നു പോയി എന്ന് സിദ്ദീഖ് മൗലിദ് എന്ന് പറയുന്ന മൗലിദിലോ ഞാനിവിടെ ധൈര്യമായി നിങ്ങളോട് വെല്ലുവിളിക്കുക. ഈ മുജാഹിദുകളുടെ സംസാരത്തിലോ ജനങ്ങളെ നിങ്ങളുടെ ഹിദായത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നരകത്തിൽ നിന്നുള്ള മോചനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അരിയും തലയും മുറിച്ചെഴു മാറ്റിയിട്ടോ പ്രിയമുള്ളവരെ തുണ്ടും തുണ്ടമായ ക്ലിപ്പുകളെ കൊണ്ട് മുജാഹിദുകളെ അപകീർത്തിപ്പെടുത്താവുന്ന രീതികളിലൂടെ ഇവിടെ വന്ന് പ്രഭാഷണം നടത്താമെന്ന് വ്യാമോഹിച്ചു കൊണ്ടിരിക്കുന്ന സഖാഫി കൂട്ടങ്ങളോട് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇതാ ഈ മർക്കസിലെ മുദർരിസ് അബ്ദുൽ അസീസ് സഖാഫി പുറത്തിറക്കിയ ഏറ്റവും വലിയ മൗലിദ് കിതാബിലോ അള്ളാന്റെ റസൂൽ നുണ പറഞ്ഞു എന്ന് പറയുന്ന കള്ളക്കഥ ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾ ധൈര്യത്തോടു കൂടെ പറ. പ്രിയമുള്ളവരെ, അള്ളാന്റെ റസൂലിന്റെ മദ്ഹിന്റെ പേര് പറഞ്ഞിട്ട് അള്ളാന്റെ പ്രവാചകൻ നുണ പറയുന്നവനാണെന്ന് പറഞ്ഞാൽ സഹിക്കാൻ നമുക്ക് കഴിയോ? സഹിക്കാൻ നമുക്ക് കഴിയോ? അതെങ്ങനെ അള്ളാന്റെ റസൂലിന്റെ മദ്ഹാവും എങ്ങനെ പ്രവാചകന്റെ കീർത്തിയാവും? ഇങ്ങനെയുള്ള കള്ളക്കഥകളാണ് ഈ മാലമൗലിദുകളിലൂടെ അടങ്ങിയിരിക്കുന്നത്. പിന്നെ എങ്ങനെ സ്വീകരിക്കാനാ? നിങ്ങൾ ആലോചിക്കണ്ടേ? ഒരുപാട് എത്രത്തോളം പറഞ്ഞു. എന്നിട്ട് ഇതൊക്കെ പാവപ്പെട്ട മദ്ഹല്ലേ എന്നും പറഞ്ഞ് ചെല്ല. ഉസ്താദുമാര് നിങ്ങളെ ചൂഷണം ചെയ്യാണ്. പ്രിയമുള്ളവരെ, ഇത് പണ്ട് കാലത്ത് പട്ടിണിയൊക്കെ ഉള്ള കാലഘട്ടത്തിലെ നമ്മുടെ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാത്തിരുന്ന് നമ്മൾ ചെല്ലാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങളതിൻ്റെ മർമ്മം ആലോചിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടുതലുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാം. ഈ മാലമൗലിദുകളിലെ നിങ്ങൾ ഇന്ന് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് മലയാള ഭാഷ അറിയുന്നവരല്ലേ, തമിഴും മലയാളം മിക്സ്ഡ് ആയിട്ടുള്ള മാലകളുണ്ട് അല്ലേ? ആ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്കിയാൽ അല്ലേ, അത് നമ്മുടെ തലച്ചോറിൽ തിരിയാവുന്നല്ലേ ഉള്ളൂ. ഇന്ന് വീട്ടിൽ പോയി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ ആ മൗലിദ് കിതാബിലെ മുഹിയുദ്ദീൻ മാല, റിഫായി മാല രണ്ടാവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ പറ, ഞാൻ പറഞ്ഞതിൽ കളവുണ്ടോ? ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയാ, ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾ അണ്ണാക്കത്തൊടാതെ വിഴുങ്ങണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല. എഴുതി വെക്കാം, പേപ്പറിൽ കുറിച്ച് വെക്കാം, പരിശോധിച്ച് നോക്കാം, ഹക്കാണോ എന്ന് നോക്കാം. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയല്ലേ എന്താ മാലപ്പാട്ടുകളിലൂടെ പറയുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടി പറയാൻ നമ്മുടെ നാട്ടിലെ CPM കാരനെന്ന് പ്രസംഗിച്ച UDF കാരന് മറുപടി പറയും, അതിന് മറുപടി ഒരുപക്ഷെ CPM കാരൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കലുണ്ട് എന്നതുപോലത്തെ ഒരു തർക്കമാണ് സത്യത്തിൽ മാലപ്പാട്ട്. കാരണം മുഹിയുദ്ദീൻ മാല പറയാം അല്ലേ, കുപ്പിയാകത്തുള്ള വസോവീനെ പോലെ കാമാഞ്ഞ നിങ്ങളുടെ കൽബകമെന്നോവർ. കുപ്പിക്കുള്ളിലുള്ള വസ്തുവിനെ പോലെ മനുഷ്യന്റെ ഹൃദയത്തിലുള്ള ഞാൻ തീർന്നില്ല. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺമുന്നിൽ കണ്ട പോലെ കാട്ടിപ്പറഞ്ഞോവർ. ഇത് മുഹിയുദ്ദീൻ മാല പറയും. എല്ലാം അറിഞ്ഞ കാര്യം അറിയാം. അപ്പൊ റിഫായി മാലയിലെ 2ാമത്തെ പേജ് മധ്യഭാഗത്ത് പറഞ്ഞതെന്നറിയോ? അതിന് മറുപടി റിഫായി ഷെയ്ഖിന്റെ എന്താ? ഹോജാ മുഹിയുദ്ദീനും താമും കാളിക്കുമ്പോ കണ്ണിന്റെ പുരികത്തിൻ മേലെ ഓളിച്ചോവർ. കണ്ണിൽ കാരുമീശി മാമിൽ ചൊല്ലിയാർ കണ്ടില്ല ഉങ്കൾ രുവീനാഥെന്നോവർ. മുഹിയുദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖും തമ്മിൽ ഒളിച്ചു കളിക്കുമ്പോ മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കണ്ണിന്റെ മേലെ റിഫായി ഷെയ്ഖ് കയറിയിരുന്നു. മുഹിയുദ്ദീൻ ഷെയ്ഖിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. മുഹിയുദ്ദീൻ മാല പറഞ്ഞ എല്ലാ ദൃശ്യം അറിയും. അപ്പൊ റിഫായി മാല പറയും, അത്ര വലിയ ആളൊന്നല്ല, ഞാൻ കണ്ണിന്റെ മേലെ കയറുന്നപ്പോ എന്നെ കാണാൻ കഴിഞ്ഞില്ല. ഇനി ഞാൻ സാന്ദർഭികമായിട്ട് ചോദിക്കാം, ഇത് മദ്ഹാണോ? ഞാൻ എൻ്റെ പ്രസംഗത്തെ പറയാ, ഇവിടെ കാനന്തൂർ മർക്കസിലെ കാന്തപ്രസാദ് ഉള്ളാൾ തങ്ങളും കൂടെ ഒളിച്ചു കളിക്കുന്നുണ്ട്. പെട്ടെന്ന് ഉള്ളാൾ തങ്ങളെ കണ്ടപ്പോൾ കാന്തപ്രസാദ് കണ്ടേ സേറ്റ് എന്നിട്ട് ഇങ്ങോട്ട് ചാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, ചേ അത് മോശമായില്ലേ, ഒന്നെങ്കിൽ പ്രായം വന്ന 2 മൊയ്ലിയന്മാരല്ലേ നിങ്ങൾ പറയൂലേ? അപ്പൊ അവർക്ക് പറയുമ്പോൾ നമുക്ക് സഹിക്കണില്ല. പിന്നെ എങ്ങനെ അള്ളാന്റെ ഔലിയാക്കൾക്ക് മദ്ഹാവുക? പിന്നെ എങ്ങനെ അള്ളാന്റെ ഔലിയാക്കൾക്ക് മദ്ഹാവും? ഇതിന് എന്നിട്ട് നൗഷാദ് ഹസനിയുടെ വക മറുപടി എന്താണെന്നറിയോ? കളി എന്ന് പറഞ്ഞ വഹാബികൾക്ക് മനസ്സിലാവാത്തോണ്ട്. എന്താ കളി? ഇക്കളിയൊന്നും കളിയല്ല, മരണം എന്നൊരു കളിയുണ്ട്, മഹ്ശറ എന്നൊരു കളിയുണ്ട്, അങ്ങനെ കളികൾ പലതുണ്ട്. അപ്പൊ ഔലിയാക്കളുടെ കളി നമുക്ക് മനസ്സിലാവില്ല. മരണം എന്ന കളിയുണ്ട്, മഹ്ശർ എന്ന കളിയുണ്ട് അല്ലേ? ഇവരിങ്ങനെ കളിക്കല, മർക്കസിലും കളിക്കല, പള്ളിയിലും കളിക്കല. ആ കളി അള്ളാന്റെ ദീനിക്ക് കൊണ്ടുവരണ്ട. പ്രിയമുള്ളവരെ, ഇത് ഏതൊരു അന്നം തിന്നുന്നു മനസ്സിലാക്കൂടെ? ഇതെങ്ങനെ ഇതിന് മറുപടിയാവുക? ഇതെങ്ങനെ ഇതിന് മറുപടിയാവുക? ഒരാൾ വരെ എല്ലാ ദൃശ്യം അറിയും. അപ്പൊ റിഫായി മാല വരെ കണ്ണിന്റെ മേലെ കയറുന്നപ്പോ എന്നെ ഏതായാലും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതൊന്നല്ല, ഇനി നോക്കിക്കോ വൈരുദ്ധ്യം. മുഹിയുദ്ദീൻ മാല പറയാ, ബാവാമോദോകിന്നും കുത്തുബായി വന്നോവർ, ബാണം മാതളിയിലും
കേളി മികച്ചോവർ. ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബായിരുന്നു എന്ന് മുഹിയദ്ദീൻ മാല. അപ്പൊ റിഫായി മാല പറയാണ്, മുഹിയദ്ദീൻ ശേഖ് വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബല്ലേ. ഞാൻ ആരാണെന്നറിയോ? ഭാവാമുതുകീല മറന്നൊരു കാലത്ത് ഭാഷും ഔസും കാമെന്ന് ചൊന്നോവർ. ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബിനെ വെല്ലുന്ന ഔസ, കുത്തുബിനെ വെല്ലുന്ന ഔസ. മുഹിയദ്ദീൻ പറഞ്ഞു ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബ. അപ്പൊ റിഫായി മാല പറഞ്ഞു ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോ കുത്തുബിനെ വെല്ലുന്ന ഔസായിരുന്നു. തീർന്നില്ല. മുഹിയദ്ദീൻ മാല വീണ്ടും പറയാ, ഭൂമിയോരുണ്ട് പോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെ രുചുമടന്നോവർ. ഭൂമി എനിക്ക് എന്റെ കയ്യിൽ ഒരു ഉണ്ട പോലെയാണ്, പന്ത് പോലെയാണ്. മുഹിയദ്ദീൻ മാല. അപ്പൊ റിഫായി മാല പറയാ, മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിലെ ഭൂമിയല്ലേ ഉള്ളൂ. ഞാൻ ആരാണെന്നറിയോ? ആലം 11 ഈരത്തിലെന്റെ കാൽ ഒന്നിനിട പോരാ എന്ന് പറഞ്ഞോവർ. ആലം 11,000 കൊണ്ടുവന്നാലും ഈ റിഫായിക്കൊരു കാലടി വെക്കാൻ തികയില്ല. മുഹിയദ്ദീൻ ഷെയ്ഖിന്റെ കയ്യിലെ ഭൂമിയല്ലേ ഉള്ളൂ. ആലം 11,000 കൊണ്ടുവന്നാലും റിഫായിക്കൊരു കാലടിക്കില്ല അല്ലേ? ഇനി കാണോ മുഹിയദ്ദീൻ മാല പറയാ, ഓതും ഫുർഖാൻ സബൂർ ഇഞ്ചീൽ തൗറാത്തും ഉടയോന്റെ മറാലെ ഓതി പാടിച്ചോവർ. ഖുർആനും ഇഞ്ചീലും സബൂറും തൗറാത്തൊക്കെ അള്ളാന്റെ അമറാലെ ഞാൻ ഓതി പഠിച്ചിട്ടുണ്ടെന്ന് മുഹിയദ്ദീൻ മാല. അപ്പൊ റിഫായി മാല അതിന് മറുപടി കൊടുക്കാണ്, ഓതും ഫുർഖാൻ സബൂർ ഇഞ്ചീൽ തൗറാത്തും ഓതാതറിഞ്ഞി ഞാൻ എന്ന് പറഞ്ഞോവർ. ഇത് 4 മുഹിയദ്ദീൻ ഷെയ്ഖ് ഓതിയിട്ടാണ് പഠിച്ചതെങ്കിൽ ഈ റിഫായി ഓതാതെ പഠിച്ചുപോയി. ഈ റിഫായി ഓതാതെ പഠിച്ചുപോയി. അല്ല, ഇതുപോലെ ഇനി എത്ര എണ്ണം കാണണം പ്രിയമുള്ളവരെ. മുഹിയദ്ദീൻ മാല പറയാ, ദുനിയാവൊക്കെ വിട്ട് അള്ളാന്റെ അർശിന്റെ അവിടെ ഞാൻ ലൗഹ് നോക്കി പ്രസംഗിക്കാറുണ്ട്. അപ്പൊ റിഫായി മാല പറയാം, എനിക്ക് അർശ് വരൊന്നും പോകണ്ട, ഞാൻ ഭൂമിയിൽ ഇരുന്നിട്ടേ ലൗഹ് നോക്കി പ്രസംഗിക്കും. മുഹിയദ്ദീൻ മാല പറഞ്ഞു ഞാൻ നിന്ന നിപ്പിൽ ഖത്തം തീർത്തിട്ടുണ്ട്. അപ്പൊ റിഫായി മാല പറഞ്ഞു ഞാൻ ഒറ്റക്കാലിൽ ഖത്തം തീർത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. നമ്മുടെ വീട്ടിൽ നമ്മളെ ഒതുമില്ലാണ്ട് തൊടാൻ പറ്റുമോ എന്ന് പറയണ മൗലിദ് കിതാബിലുള്ളതാ. അപ്പൊ അതൊന്ന് പോയിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. എന്നിട്ട് പ്രിയപ്പെട്ട മറുപടിക്കാരനോട് ഇതിന്റെ മറുപടി പ്രതീക്ഷിക്കുന്നു. പലയിടത്തായിട്ട് പറഞ്ഞിട്ടും മറുപടി തരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇവിടെയെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാണ് ഈ പാവപ്പെട്ട ജനങ്ങളെ വഴിവേടിലാക്കാതെ ഇതിന്റെ യാഥാർത്ഥ്യം എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്ക് പരിശോധിക്കാലോ പഠിക്കാലോ അല്ലേ? ഇതിനപ്പുറം ആരോടും ഒരു വ്യക്തിഹത്യ നടത്താനില്ല. ഇത് റസൂലുള്ളാഹിന്റെ പേരിൽ പ്രവാചകന്റെ സ്നേഹം പറഞ്ഞിട്ട് ഇതൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ നമ്മൾ അപകടത്തിലേക്ക് പോവാൻ, നരകത്തിലേക്കുള്ള മാർഗത്തിലേക്ക് പോവാൻ. അതുകൊണ്ടാണ് അല്ലേ, ആ ഒരു വഴിയിലാണ് നമ്മുടെ സഞ്ചാരമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് പ്രിയമുള്ളവരെ റസൂലിനെ പഠിപ്പിച്ച പോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതൊക്കെ പുതിയതാണ്, നമുക്കറിയാം. ഈ മൗലിദ് കിതാബ് ഒക്കെ പുതിയതാണ്. ഞാൻ ചോദിക്കട്ടെ, റസൂലിനോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള സ്വഹാബാക്കൾ അല്ലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വീട്ടിലെ ഖുത്ബീത്ത് നടന്ന ദിവസം അല്ലെ ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ മങ്കുസ് മൗലിദ് നടത്തിയിട്ട് എല്ലാ നബിയും നടത്താറുണ്ടോ? അതൊന്നും നമ്മൾ പറയാ ആരുടെ വീട്ടില? അവരൊക്കെ സ്വർഗത്തിലുണ്ടെന്നല്ല റസൂൽ പറഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞില്ലേ? സഅദുൻ സഈദുൻ സുബൈറിൻ തൽഹാതു അബി ഉബൈദതു അബിനിയു ഫിന്നാശിരിൽ കറമി. 10 സ്വഹാബാക്കളുടെ പേര് പറഞ്ഞിട്ടോ അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബാക്കളാണെങ്കിലോ ഈ സ്വഹാബാക്കളുടെ വീട്ടിൽ മൗലിദിന്റെ സദസ്സ് നടന്ന ദിവസമെന്ന ആരൊക്കെയാ പങ്കെടുത്തത്? എത്ര ആടിനെയാ അറുത്തിട്ടുള്ളത്? ആരാണ് ചീരണി കൊണ്ട് തുടങ്ങിയിട്ടുള്ളത്? ഒന്ന് പറയണ്ടേ പ്രിയമുള്ളവരെ?